നമ്മള് മീറ്റപ്പിന് വരാന്ന് പറഞ്ഞു. അവർക്ക് നമുക്ക് ഈ പറഞ്ഞ ചാറ്റിലൂടെ മാത്രമാണ് പരിചയം. അല്ലാതെ അവർക്ക് നമ്മുടെ ഒരു ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ ഒന്നും ഒരു പരിചയമില്ല. അപ്പം അവരുടെ വീട്ടുകാരായിട്ട് നമ്മൾ ഇതുവരെ മിങ്കിൾ ചെയ്തിട്ടില്ല. സോ ജസ്റ്റ് ഒരു ചാറ്റിൽ കൂടെ മാത്രം പരിചയമുള്ള സ്ഥിതിക്ക് അങ്ങനെ മീറ്റപ്പ് വയ്ക്കുമ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഭാഗത്തുനിന്നായാലും ഈ വേണ്ട കസ്റ്റമറുടെ ഭാഗത്തുനിന്നായാലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ ചാനലിന്റെ ആയിരിക്കും. സോ അത് ഭാവിയിൽ വലിയൊരു ഇഷ്യൂലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് പേടിച്ചിട്ടാണ് മീറ്റപ്പ് വേണ്ടതല്ല, ഈ ഞായറാഴ്ച വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നൈറ്റ് ലൈവിൽ വരാത്ത ഒരു പ്രധാന കാര്യം നമ്മുടെ ക്ലബിന്റെ ഓണപരിപാടിയുടെ ഒരു പിരിവും ഫണ്ട് കളക്ഷനും കാര്യങ്ങളാണ് ഞാൻ തിരക്കാണ്. സോ ഞായറാഴ്ച മാത്രമാണ് എനിക്ക് ലീവ് എന്നുള്ളത് കൊണ്ട് അവരൊക്കെ എന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഞായറാഴ്ച ഫുൾ ടൈം ഫണ്ട് കളക്ഷൻ നടക്കുന്നത്. സോ അങ്ങനെ കുറച്ച് കാര്യമായിട്ട് ബിസി ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പരമാവധി ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പോ ഒരു ടൈം ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാതെ പറഞ്ഞിട്ട് പോലും അവർ പറഞ്ഞേക്ക് ഇനി ഓണത്തിന് അധികം സമയമില്ല, ആകപ്പാടെ ഇനി 3 ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. സോ ദിവസം കുറവാണ്. ഓൾമോസ്റ്റ് 90% ആൾക്കാർ വർക്കിംഗ് ആണ്. അവർക്കെല്ലാം ഈ പറയുന്ന ഒരു 3 ഞായറാഴ്ച കൂടെ ഈ ഓണത്തിന് മുമ്പുള്ളൂ. സോ അതുകൊണ്ട് ഇനി ഒരു ഞായറാഴ്ച പോലും കളയാൻ പറ്റത്തില്ല. ഞായറാഴ്ച സമയം മുഴുവൻ അതിന് ഉപയോഗിക്കണം എന്ന ഒരു തീരുമാനം ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയപ്പോൾ എടുത്തതിന്റെ പ്രകാരവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇങ്ങനെയുള്ള 2 ഇഷ്യൂസ് കാരണം മേ ബി നാളെയാണ് ഫൈനൽ ഡിസിഷൻ. മേ ബി ഈ ഞായറാഴ്ച മീറ്റപ്പ് കാണാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു എന്നുള്ളതല്ല, മേ ബി നാളെയാണ് ഞാൻ ഫൈനലായിട്ട് ഡിസിഷൻ പറയുന്നത്. നാളെ നമ്മുടെ ലൈവിന് രാത്രി 8 മണിക്കുള്ള ലൈവിന് മുമ്പായിട്ട് ഞാനും നിശാന്ത്, ഗോകുല്, പുഷ്പ എല്ലാവരും നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും ഒപ്പീനിയൻ കേട്ട ശേഷം ഫൈനലായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. സോ നാളത്തെ രാത്രിയത്തെ ലൈവില് ഫൈനൽ ഡിസിഷൻ നിങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കഴിക്കുന്നത് ഉണ്ട് കേൾക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാരും ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച്, വാട്സാപ്പിലായാലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞത് ഇപ്പോഴേ മീറ്റപ്പ് വേണ്ട എന്ന് ഒരുപാട് പേര് പറഞ്ഞു. പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേര് ഇന്നത്തെ ലൈവ് കണ്ടതിന് ശേഷം ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് പറഞ്ഞു ഇപ്പോഴേ മീറ്റപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗേൾസിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മീറ്റപ്പ് ആയതുകൊണ്ട് അതിൽ കുറച്ച് റിസ്ക് എലമെന്റ്സ് ഉണ്ട് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ ആ ചാറ്റിലിരുന്നപ്പോഴത്തേക്ക് ആ ഒരു മൂഡില് അങ്ങ് പറഞ്ഞു പോയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് സത്യം പറഞ്ഞ നിശാന്തിനോടോ അല്ലെങ്കിൽ എന്റെ ചാനലിലുള്ള ആരോടോ ഞാൻ ആലോചിക്കാതെ കാണാതെ ഞാൻ പെട്ടെന്നൊരു തീരുമാനം പറയുമായിരുന്നു. ആ ലൈവ് കഴിഞ്ഞ ശേഷം, ആ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വാട്സാപ്പിലായാലും പേഴ്സണലായിട്ട് ഒരുപാട് പേര് കാര്യം ഇതുപോലെ പറഞ്ഞത് അതിൽ കുറച്ച് റിസ്ക് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണെന്ന് കാര്യം കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെയാണ് ഒന്ന് റീതിങ്ക് ചെയ്തതിനു ശേഷം പിന്നെ ഞാനും നമ്മളെല്ലാവരും പരസ്പരം ഡിസ്കസ് ചെയ്ത്, എന്നാലും ഇതുവരെ ഫൈനൽ ഡിസിഷൻ ഇതുവരെ ആയിട്ടില്ല. നാളെ രാത്രിയത്തെ ലൈവില് എന്തായാലും ഫൈനൽ ഡിസിഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. കുറച്ച് റിസ്ക് ആണ് ഈ പറഞ്ഞതുപോലെ. ചേച്ചി അപ്പുറത്തെ റൂമിലുണ്ട്, ലൈവ് കാണുന്നുണ്ട്. ഈ അളിയൻസ് ഫ്രം കൊല്ലം എന്ന മഞ്ഞ ലെറ്ററിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈഫാണ്. ഈശയെ ക്ലബിന്റെ പ്രസിഡന്റ് ആക്കണം. ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു. അപ്പൊ പറയാം അവന്റെ വീടിനടുത്തുള്ള ക്ലബിൽ പോലും അവനെ കയറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അണ്ണന്റെ ഫോട്ടോ പറയാൻ കാണുന്നത് പഴയ ഫോട്ടോ ആണ്. അനാമിക, അശ്വിൻ, ജോക്കർ, ബാക്കിയുള്ള എന്താ കമന്റ് ചെയ്യാത്ത? ചെറുപ്പകാല ചിത്രമാണ്. അതിന് അപ്പൂപ്പന്റെ ചെറുപ്പകാല ചിത്രമാണ്. ആണോ? അത് എന്റെ ഫോട്ടോ എടേ. പിന്നെയാണോ നോക്കണം ഭൂമിയില് ഈ ഹെഡ്സെറ്റ് കാണിക്കാല്ലോ ഫോട്ടോ കണ്ട